ഹായ് ഓൾ. വെൽക്കം ടു ദിസ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് AWSൻ്റെ അകത്തിരിക്കുന്ന IAM എന്ന് പറയുന്ന സർവീസിനെ പറ്റിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ ലാസ്റ്റ് 2 പാർട്ടുകളിൽ നമ്മൾ റൂട്ട് യൂസർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും IAM യൂസേഴ്സും IAM പോളിസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് IAM യൂസർ ഗ്രൂപ്പിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. ഓക്കെ. അപ്പം ഇതെല്ലാം ഒന്ന് നിങ്ങൾ റിക്കലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പോകുന്നത് IAM യൂസർ ഗ്രൂപ്പിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചാപ്റ്ററിൽ നോക്കുന്നത്. ഓക്കെ. അപ്പം നമ്മളത് ഹാൻഡ്സ് ഓൺ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എന്തിനാണ് IAM യൂസർ ഗ്രൂപ്പ് ഇൻക്ലൂഡഡ് ആയത് എന്നുള്ളതിൻ്റെ ഒന്ന് റീസൺ നോക്കാം. അപ്പം നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ AWS പ്രൊജക്റ്റ് BNB എന്ന് പറയുന്ന നമ്മളുടെ ഒരു AWS അക്കൗണ്ട് ഇത് നമ്മൾ ലാസ്റ്റ് പാർട്ടിൽ ഉണ്ടാക്കിയിരുന്നു അല്ലേ. അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് 3 യൂസേഴ്സ് ഉണ്ട്. റനീഷ്, വിവേക്, ലത എന്ന് പറഞ്ഞിട്ടുള്ള 3 യൂസേഴ്സ് ഉണ്ട്. അപ്പം ഈ 3 യൂസേഴ്സിനെയും നമ്മൾ ലാസ്റ്റ് പാർട്ടുകളിൽ ക്രിയേറ്റ് ചെയ്തിരുന്നു. നമ്മൾ പോളിസി പഠിച്ച സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോളിസി എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ പ്രൊജക്റ്റ് ഇപ്പം ഇങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ AWS അക്കൗണ്ട് ഈ ഒരു അവസ്ഥയിലാണ് ഇരിക്കുന്നത്. ഈ അവസ്ഥയിൽ ഇരിക്കുമ്പം നമുക്ക് നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു വിവേക് എന്ന് പറയുന്നത് ഒരു ഡെവലപ്പറാണ്. നമ്മളെ പ്രൊജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഡെവലപ്പറാണ്. ലത എന്ന് പറയുന്നത് ഒരു ടെസ്റ്ററാണ്. റനീഷ് എന്ന് പറയുന്നത് ഈ പ്രൊജക്റ്റിൻ്റെ ഒരു അഡ്മിൻ റോളിലിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പ്രൊജക്ട് മാനേജർ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ റോളിലിരിക്കുന്ന ഒരു യൂസറുമാണ്. അപ്പം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ അകത്തേക്ക് പുതിയൊരു ഡെവലപ്പർ കൂടി വന്നു അല്ലേ. അപ്പം നമ്മൾ പുതിയൊരു ഡെവലപ്പർ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്തിരുന്നു ഡെവലപ്പേഴ്സിന് S3 ഡെവ് പോളിസി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഒരു പോളിസിയാണ് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടത്. അതായത് S3 എന്ന് പറയുന്ന സർവീസിൻ്റെ അകത്ത് കുറച്ച് ഫോൾഡേഴ്സ് എല്ലാം പെർമിഷനുള്ള ഒരു കാര്യമായിരുന്നു അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മളങ്ങനെ തീരുമാനിച്ചല്ലേ. അപ്പം നമ്മൾ പുതിയ ഡെവലപ്പറെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തും നമ്മൾ അതേ പോളിസി ഡെവലപ്പർ IAM യൂസറിനെ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളൊരു പോളിസി അസൈൻ ചെയ്ത് കൊടുത്തു. ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇത് ഓക്കെയാണ്. ഇതുവരെ ഓക്കെയാണ്. പക്ഷേ പെട്ടെന്ന് നമ്മളുടെ പ്രൊജക്റ്റ് ഭയങ്കരമായിട്ട് ഗ്രോ ആയി എന്ന് വിചാരിക്കാം. നമ്മളൊരു 100 ഡെവലപ്പേഴ്സ് നമ്മളുടെ ഈ പ്രൊജക്റ്റിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആയി എന്ന് വിചാരിക്കാം. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന S3 പോളിസി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുത്തു. അത് കുറച്ചൊരു ടെഡിയസ് ടാസ്ക്കാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് പോയി എല്ലാവർക്കും അസൈൻ ചെയ്ത് കൊടുക്കാമെന്ന്. പക്ഷേ സ്റ്റിൽ ഓക്കെ അല്ലേ. ഇതും സ്റ്റിൽ ഓക്കെയാണ്. അപ്പം നമ്മൾ ഇങ്ങനെയൊരു സാധനത്തിൻ്റെ അകത്തിരിക്കുന്നു. നമുക്ക് 100 ഡെവലപ്പേഴ്സ് ഉണ്ട്. 100 ഡെവലപ്പേഴ്സിന് നമ്മൾ S3 ഡെവ് പോളിസി എന്ന് പറയുന്ന പോളിസി അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന ഘട്ടം. ഇവിടുന്ന് പെട്ടെന്ന് നമ്മളുടെ ഡെവലപ്പേഴ്സിന് EC2 എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. AWSൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സർവീസുകളിലൊന്നാണ് EC2 എന്ന് പറയുന്നത്. നമുക്ക് വിർച്വൽ കമ്പ്യൂട്ടറുകളെല്ലാം ഉണ്ടാക്കാനുള്ള ഒരു സർവീസാണ്. IAM കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി കടക്കാൻ പോകുന്നത് EC2 എന്ന് പറയുന്ന സർവീസിൻ്റെ ഡീറ്റെയിൽസ് പഠിക്കുക എന്നുള്ളതായിരിക്കും. അപ്പോൾ നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന ഡെവലപ്പേഴ്സിന് നമ്മൾ ഓൾറെഡി S3ക്ക് അകത്തിരിക്കുന്ന പെർമിഷൻ ആയിരുന്നു കൊടുത്തത്. അപ്പം EC2ൻ്റെ അകത്തേക്ക് ഇരിക്കുന്ന ഒരു പെർമിഷനും കൂടി വേണ്ട ഒരു സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ കയ്യിലൊരു EC2 ഡെവ് പോളിസി എന്ന് പറയുന്ന ഡെവലപ്പേഴ്സിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഒരു പോളിസി നമ്മളുടെ കയ്യിലുണ്ട്. അപ്പം ഈ പോളിസി നമുക്ക് എന്ത് ചെയ്യണം, നമ്മളുടെ ഡെവലപ്പേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കണം. നമുക്ക് 100 ഡെവലപ്പേഴ്സ് ഉണ്ട്. അപ്പം ഈ 100 ഡെവലപ്പേഴ്സിന് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. നമ്മൾ ഓരോരോ യൂസറും എടുത്ത് ഈ പറഞ്ഞിരിക്കുന്ന പോളിസി അസൈൻ ചെയ്തെടുക്കണം, രണ്ടാമത്തെ യൂസർ എടുക്കണം, ഈ പറഞ്ഞിരിക്കുന്ന പോളിസി അസൈൻ ചെയ്തെടുക്കണം. ഇങ്ങനെ 100 പേർക്കും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന EC2 ഡെവ് പോളിസി എന്ന് പറയുന്ന സാധനം അസൈൻ ചെയ്ത് കൊടുക്കേണ്ട സിറ്റുവേഷൻ വരും. ഇതെന്ന് പറയുന്ന ഒരു കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് കൂടാതെ ഇത് മാനേജ് ചെയ്യുന്ന ആൾക്ക് ഇത് മാനേജ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. ഇത് എന്തെങ്കിലുമൊക്കെ ഒരു എറർ വന്നു പോകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അസൈൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ ചിലപ്പം ഏതെങ്കിലും ഒരു ഡെവലപ്പർക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ വിട്ട് പോയി കഴിഞ്ഞാൽ പുള്ളിക്ക് ഈ പെർമിഷൻ കിട്ടത്തില്ല. പിന്നെ പുള്ളിയുടെ എപ്പോഴെങ്കിലും പുള്ളിയുടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് EC2ൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടി നോക്കുമ്പോഴായിരിക്കും അറിയുന്നത് പുള്ളിക്ക് പെർമിഷൻ ഇല്ല എന്ന്. പുള്ളി തിരിച്ച് ഈ പറഞ്ഞിരിക്കുന്ന പ്രൊജക്ട് മാനേജറുടെ അടുത്ത് വന്ന് വീണ്ടും അസൈൻ ചെയ്യിപ്പിക്കുക. അങ്ങനെ പറഞ്ഞിട്ടുള്ള കുറേ ടൈം വേസ്റ്റിംഗ് ആയിരിക്കുന്ന പരിപാടികളെല്ലാം വരും. എറേഴ്സ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഫുൾ കൺഫ്യൂഷനും കാര്യങ്ങളെല്ലാം വരാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള ഒരു സാധനത്തിന് എങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മളുടെ യൂസേഴ്സിനെ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സിനെ, ഇവിടെ ഡെവലപ്പേഴ്സാണ് ഇവരെല്ലാവരും അല്ലേ, അങ്ങനെയുള്ള ഡെവലപ്പേഴ്സിനെ എങ്ങനെ നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടിരിക്കുന്ന രീതിയിൽ പോളിസി എല്ലാം അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ മാനേജ് ചെയ്യാം എന്നുള്ളതിനാണ് നമ്മൾ IAM ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന കാര്യം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക്
ഈ പറഞ്ഞിരിക്കുന്ന ഒരു IAM യൂസർ ഗ്രൂപ്പ് ഉണ്ടാക്കാം. ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്ക് IAM യൂസേഴ്സിൻ്റെ ഒരു കളക്ഷനെയാണ് നമുക്ക് IAM ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പം ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമ്മളുടെ അതിൻ്റെ അകത്ത് ഒരു IAM യൂസർ ഗ്രൂപ്പ് ഉണ്ടാക്കി, അതിന് പേര് നമ്മൾ ഡെവലപ്പർ ഗ്രൂപ്പ് എന്ന് കൊടുത്തു. എന്നിട്ട് നമ്മളുടെ പ്രൊജക്റ്റിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ IAM യൂസേഴ്സിനെയും, അതായത് ഡെവലപ്പർ ആയിട്ടിരിക്കുന്ന എല്ലാ IAM യൂസേഴ്സിനെയും നമ്മൾ ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് കൊടുത്തു. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിന് ഇനി നമുക്ക് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ എന്തായിരുന്നു ചെയ്തത്, നമ്മൾ ഓരോരോ യൂസേഴ്സിനുമായിരുന്നു നേരിട്ടിട്ട് അസൈൻ ചെയ്ത് കൊടുത്തത്. പക്ഷേ അതിന് പകരം നമ്മളിവിടെ ഈ ഗ്രൂപ്പിനാണ് പോളിസി അസൈൻ ചെയ്ത് കൊടുത്തത്. എന്നിട്ട് ഈ ഗ്രൂപ്പിലേക്കാണ് നമ്മൾ ഓരോരോ യൂസേഴ്സിനെ, അതായത് ഡെവലപ്പേഴ്സ് ആയിട്ടിരിക്കുന്ന ഓരോരോ യൂസേഴ്സിനെ അസൈൻ ചെയ്ത് കൊടുത്തത്. അങ്ങനെ അസൈൻ ചെയ്ത് കൊടുത്താൽ ഈ ഡെവലപ്പർ ഗ്രൂപ്പിൽ ഏതൊക്കെ പോളിസീസ് അസൈൻ ചെയ്തിട്ടുണ്ടോ ആ പോളിസിയും പെർമിഷൻ എല്ലാം ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ IAM യൂസേഴ്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായി അല്ലേ. അപ്പോൾ നമുക്കിപ്പം ഈ പറഞ്ഞിരിക്കുന്ന നമ്മളുടെ ഡെവലപ്പേഴ്സിൻ്റെ അകത്ത് നിന്ന് ഒരു പുതിയൊരു ഡെവലപ്പറെ ആഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരിക്കുന്ന ഒരു ഡെവലപ്പർ റിമൂവ് ചെയ്യുകയോ എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക, ഗ്രൂപ്പിൻ്റെ അകത്ത് റിമൂവ് ചെയ്യുക എന്ന് പറയുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം ചെയ്താൽ മതി. ഈ പറഞ്ഞിരിക്കുന്ന പോളിസീസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഗ്രൂപ്പിനായതുകൊണ്ട് നമ്മൾ ആ യൂസറിൻ്റെ പോളിസി പ്രത്യേകമായിട്ട് റിമൂവ് ചെയ്യുകയോ ആഡ് ചെയ്യുകയോ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വരത്തില്ല. നോർമലി ഇത് 2 പോളിസീസ് ഒന്നും ആയിരിക്കില്ല. നമ്മൾ നോർമലി ഡെവലപ്പേഴ്സിന് നമുക്ക് ഒരുപാട് പോളിസീസ് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അതെല്ലാം നമുക്ക് ഈ ഗ്രൂപ്പിന് അസൈൻ ചെയ്ത് കൊടുത്താൽ മതി. ഇൻഡിവിജ്വൽ യൂസേഴ്സിന് അസൈൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നില്ല. ഇങ്ങനെയുള്ളൊരു സാധനം ഈ പറഞ്ഞിരിക്കുന്ന AWS അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഒരു പ്രൊജക്ട് മാനേജേഴ്സിനെല്ലാം കുറച്ചും കൂടി ഈസി ആയിരിക്കും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇൻഡിവിജ്വൽ യൂസേഴ്സിനെ നമ്മൾ പോളിസി അസൈൻ ചെയ്ത് കൊടുക്കാതെ ഒരൊറ്റൊരു ഗ്രൂപ്പിന് മാത്രം അസൈൻ ചെയ്ത് കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ. ഇത് ഇനിയിപ്പോൾ നമുക്ക് വേറൊരു കാര്യം, നമുക്ക് ലത എന്ന് പറയുന്ന ഒരു ടെസ്റ്റർ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, നമുക്ക് ഒരു ടെസ്റ്റർ ഗ്രൂപ്പ് ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് ആ ടെസ്റ്റർ ഗ്രൂപ്പിൻ്റെ അകത്തേക്ക് ലതയെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ആ ടെസ്റ്റർ ഗ്രൂപ്പിന് നമുക്ക് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കാം. ഇതൊരു സാധാരണ നോർമലി നമുക്കൊരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് കണക്കാക്കും. നിങ്ങൾക്ക് ഈവൻ ഒരു IAM യൂസറേ ഉള്ളൂ എങ്കിൽ കൂടി നിങ്ങൾ ആ IAM യൂസർ ചെയ്യുന്ന റോളിനെ ബേസ് ചെയ്തിട്ട്, അതായത് റോൾ എന്ന് പറയുമ്പം ആ പറഞ്ഞിരിക്കുന്ന IAM യൂസർ ഡെവലപ്പർ ആണോ, ടെസ്റ്റർ ആണോ, സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആണോ, അല്ലെങ്കിൽ പ്രൊജക്റ്റ് അഡ്മിനിസ്ട്രേഷൻ ആണോ, അങ്ങനെ പറഞ്ഞിട്ട് ആ പർട്ടിക്കുലർ IAM യൂസർ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ അകത്ത് എന്ത് കൈൻഡ് ഓഫ് റോളാണോ ചെയ്യുന്നത് ആ കൈൻഡ് ഓഫ് റോളിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിടുക. എന്നിട്ട് ആ ഗ്രൂപ്പിന് നമുക്ക് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ ഒരൊറ്റൊരു യൂസർ ആണെങ്കിൽ കൂടി ആ യൂസറിന് എന്താണോ റോള് വഹിക്കുന്നത് അതിന് വേണ്ടി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിന് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവൻ ഒരു യൂസർ ആണെങ്കിൽ കൂടി ഡയറക്റ്റ്ലി അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പുതിയൊരു യൂസർ ഒരു പുതിയ ടെസ്റ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതുകൊണ്ട് ഒരൊറ്റൊരു IAM യൂസർ ആ പർട്ടിക്കുലർ ഇതിലുള്ളൂ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ടീമിലുള്ളൂ എങ്കിൽ കൂടി ബെസ്റ്റ് പ്രാക്ടീസ് എന്ന് പറയുന്നത് അതിനൊരു ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിലേക്ക് യൂസർ ആഡ് ചെയ്ത് കൊടുത്ത് എന്നിട്ട് ആ ഗ്രൂപ്പിന് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു ജനറൽ ടേം ഉണ്ട്. RBAC എന്ന് പറഞ്ഞിട്ട് വരുന്ന സാധനം ഒരു ജനറൽ ടേം ആണ്. അതായത് നമുക്ക് എല്ലായ്പ്പോഴും ഒരു പ്രൊജക്ട് ടീമിൻ്റെ അകത്തോ അല്ലെങ്കിൽ എവിടെയൊക്കെയും നമുക്ക് പെർമിഷൻസ് വേണ്ടി വരിക ഇൻഡിവിജ്വൽ യൂസേഴ്സിനായിരിക്കില്ല. അത് നോർമലി പെർമിഷൻസ് വേണ്ടി വരിക നിങ്ങൾ ആ ഗ്രൂപ്പിൻ്റെ അകത്ത് വരുന്ന നിങ്ങളുടെ റോളിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതായത് ഡെവലപ്പേഴ്സിന് ഇന്ന പെർമിഷൻ എല്ലാം വേണം, അല്ലെങ്കിൽ ടെസ്റ്റേഴ്സിന് ഇന്ന പെർമിഷനൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ജനറലി നമ്മൾ ഡിഫൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ അങ്ങനെ ഡിഫൈൻ ചെയ്ത് വെക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി എളുപ്പം. കാരണം അത് ഈസിലി മാപ്പ് ചെയ്യാൻ പറ്റും. ഈ റോളിന് ഈ പെർമിഷൻ വേണം എന്നുള്ളത് നമുക്ക് ഈസിലി മാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ മാപ്പ് ചെയ്ത് നമ്മൾ പെർമിഷൻ കൊടുക്കുന്നതിനെയാണ് നമ്മൾ റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ ജനറൽ ടേം ആണ്. അങ്ങനെയുള്ള ഒരു റോൾ ബേസ്ഡ് ആക്സസ് കൺട്രോൾ എന്ന് പറയുന്ന ആ മെത്തഡോളജി നമ്മളുടെ AWS അക്കൗണ്ടിൻ്റെ അകത്ത് നമുക്ക് അച്ചീവ് ചെയ്യുന്നത് ഇതേപോലെ IAM യൂസർ ഗ്രൂപ്പുകളെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടാണ് അല്ലേ. അപ്പം നമുക്ക് നമ്മൾ റോളിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്. ആ ഗ്രൂപ്പിനാണ് നമ്മളിവിടെ പെർമിഷൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ RBAC ഇവിടെ ഇംപ്ലിമെൻറ്റഡ് ആയി. RBAC ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന യൂസേഴ്സിൻ്റെ പെർമിഷൻസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്
അതാണ് അതിൻ്റെ IAM യൂസർ ഗ്രൂപ്പിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻസ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമാണ്. അപ്പം നമുക്കിതെങ്ങനെ നമുക്ക് ഒരു AWS അക്കൗണ്ടിൻ്റെ അകത്ത് എങ്ങനെ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതൊന്ന് നോക്കാം അല്ലേ. നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ തന്നെ പറഞ്ഞിരുന്നു, AWSൻ്റെ അകത്ത് എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു പെർമിഷൻ വേണം. ഡെഫിനറ്റ്ലി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊരു പെർമിഷൻ വേണം. അപ്പോൾ നമ്മൾ നമ്മളുടെ റനീഷ് IAM എന്ന് പറയുന്ന യൂസറെ വെച്ചിട്ടാണ് കയറിയിരിക്കുന്നത്. അതിന് അഡ്മിൻ ആക്സസ് എന്ന് പറഞ്ഞിട്ടിരിക്കുന്ന ഒരു പെർമിഷൻ ഉണ്ട്. അതിൻ്റെ അകത്ത് എല്ലാ പെർമിഷനും ഉള്ളത് കൊണ്ട് യൂസറെ ക്രിയേറ്റ് ചെയ്യാനുള്ള പെർമിഷനും അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് യൂസർ ഗ്രൂപ്പ്സ് IAMൻ്റെ കൺസോളാണ് ഇത്. നമ്മൾ ഡയറക്റ്റായിട്ട് ഇതൊക്കെ ഓൾറെഡി നിങ്ങൾ പഠിച്ചാണല്ലോ അല്ലേ. IAM അടിക്കുക, എന്നിട്ട് IAM ഡാഷ്ബോർഡിലോട്ട് വരിക. IAM ഡാഷ്ബോർഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ യൂസേഴ്സും പോളിസീസും എല്ലാം ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്തിട്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, യൂസർ ഗ്രൂപ്പ്സ് എന്ന് പറയുന്ന ഈ ഒരു സാധനം ക്ലിക്ക് ചെയ്യാം. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് നമ്മളുടെ യൂസർ ഗ്രൂപ്പിൽ ഒരു യൂസർ ഗ്രൂപ്പും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന ബട്ടൺ ക്രിയേറ്റ് യൂസർ ഗ്രൂപ്പ് അടിക്കുക. എന്നിട്ട് നമുക്കൊരു യൂസ് ഗ്രൂപ്പിൻ്റെ പേര് കൊടുക്കാം. നമ്മൾ ഡെവലപ്പർ ഗ്രൂപ്പ് എന്ന് പറയുന്നു അല്ലേ. ഡെവലപ്പർ എന്ന് പറയുന്ന റോളുള്ള എല്ലാ യൂസേഴ്സിനെയും അസൈൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഡെവലപ്പർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അടുത്തത് ചെയ്യേണ്ടത്, ഈ ഗ്രൂപ്പിലേക്ക് നമുക്ക് ഏതൊക്കെ IAM യൂസേഴ്സിനെയാണ് ആഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ വിവേകാണ് നമ്മളുടെ ഡെവലപ്പർ അല്ലേ. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ IAM യൂസേഴ്സിനെ ഇവിടെ നിന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷവും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യും അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയും ചെയ്യാം. പക്ഷേ ഇത് ഇനീഷ്യൽ യൂസേഴ്സ് എന്നുള്ള രീതി മാത്രം എടുത്താൽ മതി. ഗ്രൂപ്പിലേക്ക് നമ്മൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇനീഷ്യലി ഉണ്ടായിരിക്കേണ്ട യൂസേഴ്സ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആഡും റിമൂവും എല്ലാം ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ ഇനീഷ്യലി നമ്മൾ വിവേകിനെ മാത്രം ഇതാക്കുന്നു. അതിനുശേഷം നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷൻ വേണം എന്നുള്ള കാര്യമൊന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾറെഡി കസ്റ്റമർ മാനേജ്ഡ് നമ്മൾ തന്നെ ലാസ്റ്റ് പാർട്ടിൽ ക്രിയേറ്റ് ചെയ്തൊരു പോളിസി ഉണ്ട് അല്ലേ, S3 ഡെവ് പോളിസി എന്ന് പറയുന്ന സാധനം. അത് വെച്ചിട്ട് ഇവിടെ ക്രിയേറ്റ് യൂസർ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ക്രിയേറ്റിംഗ് ഗ്രൂപ്പ് ഇത്രയേ ഉള്ളൂ. ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് പറയുന്നത് വളരെ സിമ്പിളാണ്. ആകെ രണ്ട് കാര്യങ്ങൾ. ഒന്നെന്ന് പറയുന്നത് നമ്മളുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് IAM യൂസേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗ്രൂപ്പിന് എന്തൊക്കെ പെർമിഷൻ ഉണ്ട് എന്നുള്ള പോളിസി ഒന്ന് അസൈൻ ചെയ്ത് കൊടുക്കണം. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. അപ്പം ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളിലോട്ട് പോകാൻ പറ്റും. ഇവിടെ യൂസേഴ്സ് എന്ന് പറയുന്ന വിവേക് IAM എന്ന് പറയുന്ന ഒരു യൂസർ ഉണ്ട്. ആ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൻ്റെ പെർമിഷൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്. ലോഡ് ചെയ്യുന്നോട്ടി S3 പോളിസി എന്ന് പറയുന്ന ഒരു പെർമിഷൻ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് യൂസേഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ആഡ് യൂസേഴ്സ് അടിക്കാം. അപ്പോൾ ഇവിടെ എല്ലാ യൂസേഴ്സും, അതായത് ഈ ഗ്രൂപ്പിൽ ഓൾറെഡി ഇല്ലാത്ത എല്ലാ യൂസേഴ്സും ഡിസ്പ്ലേ ആയി വരും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്ത് കൊടുത്തിട്ട് ഇവിടെ ആഡ് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട് അടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഏത് യൂസറെയാണോ റിമൂവ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഇവിടെ റിമൂവ് എന്ന് പറയുന്ന ബട്ടൺ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. ഓക്കെ, ഇനിയിപ്പോൾ പെർമിഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ഇപ്പോൾ ഈ പെർമിഷനാണുള്ളത്. ഇനി നമുക്ക് പുതിയതായിട്ടൊരു പെർമിഷൻ, നമ്മൾ നേരത്തെ EC2 എന്ന് പറയുന്ന ഒരു പെർമിഷൻ വേണമെന്ന് പറഞ്ഞിരുന്നല്ലോ അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ആഡ് പെർമിഷൻ എന്ന് പറയുന്ന ബട്ടൺ, അതായത് ഈ യൂസർക്ക് പുതിയൊരു പോളിസി കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതായത് ആ പോളിസിയിലിരിക്കുന്ന പെർമിഷൻ കൂടി ഈ ഗ്രൂപ്പിന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പെർമിഷൻസും ഈ ഗ്രൂപ്പിലിരിക്കുന്ന എല്ലാ യൂസേഴ്സിനും കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ അറ്റാച്ച് പോളിസി എന്ന് പറയുന്ന ഈ ഒരു ബട്ടൺ അമർത്തുക. നമ്മളുടെ എല്ലാ പോളിസീസും വരും. ഇവിടെ ഈ മഞ്ഞ കളറിൽ ഇരിക്കുന്നുണ്ടല്ലോ അല്ലേ, ഈ ഒരു യെല്ലോ ഐക്കൺ ഇരിക്കുന്നത്, അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് AWS ക്രിയേറ്റ് ചെയ്ത AWS മാനേജ്ഡ് പോളിസിയാണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി, ഇവിടെ നിന്ന് ഒരു EC2ൻ്റെ പെർമിഷനാണ് വേണ്ടതെങ്കിൽ നോർമലി അങ്ങനെ ഇരിക്കുന്ന ഫുൾ പെർമിഷൻ എല്ലാം AWS തന്നെ നമുക്ക് പോളിസി ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടാവും. നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. AWS തന്നിരിക്കുന്ന പോളിസി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ഫുൾ പെർമിഷൻ വരികയാണെങ്കിൽ കസ്റ്റമൈസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് വേണ്ടി വരും. ഇവിടെ ഇപ്പോൾ EC2ൻ്റെ ഫുൾ പെർമിഷൻ എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാനത് എടുക്കുന്നു, അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നു.
ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ കണ്ടില്ലേ? നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിന് നമുക്ക് 2 പോളിസി അറ്റാച്ച് ചെയ്ത് കൊടുത്തു. ഒന്നെന്ന് പറയുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തപ്പോൾ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്ന S3 ഡവ് പോളിസി എന്ന് പറയുന്ന സാധനവും, പിന്നെ നമ്മളിപ്പം ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്ന അതായത് AWS മാനേജ്ഡ് ആയിരിക്കുന്ന ഈ ഒരു പോളിസിയും. ഈ 2 പോളിസികളും ഇപ്പോൾ ഈ ഗ്രൂപ്പിൻ്റെ അകത്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിനും അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ ഈ ഏതൊക്കെ യൂസർ നമുക്ക് വേണമെന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലേ? നമ്മൾ ആ യൂസറിലിരിക്കുന്ന ആരാണ്? വിവേക് IAM എന്ന് പറയുന്ന ഈ ഒരു യൂസറാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ വിവേക് എന്ന് പറയുന്ന യൂസറിൻ്റെ ഡീറ്റെയിൽസ് ആണിത്. അതിൻ്റെ അകത്ത് പെർമിഷൻ എന്ന് പറയുന്ന ഈ ഒരു ടാബ്, അതിൻ്റെ അകത്ത് വിവേകിന് അസൈൻ ചെയ്ത് കൊടുത്തിരിക്കുന്ന എല്ലാ പോളിസീസും നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇത് പറഞ്ഞിരിക്കുന്ന വിവേകിന് ഇങ്ങനെയൊരു പോളിസി അസൈൻഡ് ആണ്. അത് അസൈൻ ആയിട്ടിരിക്കുന്നത് ഈ ഗ്രൂപ്പ് വഴിയാണ് ഈ പോളിസി വന്നതെന്ന്. ഗ്രൂപ്പ് വഴിയല്ലാതെ നേരിട്ട് നമുക്ക് പോളിസി അസൈൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളത് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലേ? പക്ഷേ ഈ പോളിസി വിവേകിന് കിട്ടിയത് വിവേക് ഈ ഗ്രൂപ്പിൽ ഇൻക്ലൂഡഡ് ആയത് കാരണമാണ്. ആ ഇൻഫർമേഷൻ നമുക്ക് ഇവിടെ കിട്ടും. ഡയറക്റ്റ് ആയിട്ടാണ് ഒരു പോളിസി ഇവിടെ ഇരിക്കുന്നതെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല, ഡയറക്റ്റ്ലി എന്ന് പറയുന്ന സാധനമായിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്രയും പോളിസീസ് വിവേകിനുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന പെർമിഷൻസ് എല്ലാം വിവേകിന് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ നമുക്ക് വിവേകിൻ്റെ ഒരു പെർമിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കളഞ്ഞു നോക്കാം അല്ലേ? ഇതിൻ്റെ അകത്ത് പെർമിഷൻ എടുത്ത് നമ്മൾ EC2 എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് വിവേകിനെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം അല്ലേ? വിവേകിനെ റിമൂവ് ചെയ്യുന്നു. ഈ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് ഞാൻ വിവേകിനെ റിമൂവ് ചെയ്യാണ്. ഇനി നമുക്കൊന്ന് യൂസേഴ്സ് ഒന്നും കൂടി എടുത്തു നോക്കാം. കണ്ടില്ലേ? ഇപ്പോൾ വിവേകിന് യാതൊരുവിധ പെർമിഷൻസും ഇല്ല. കാരണം എന്താണ്? ആ ഗ്രൂപ്പിൻ്റെ അകത്ത് നിന്ന് വിവേകിനെ നമ്മൾ റിമൂവ് ചെയ്തു. വിവേകിന് ആ പെർമിഷൻ കിട്ടിയിരുന്നത് ആ ഗ്രൂപ്പ് വഴിയായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് സംഭവിച്ചു? ഇനിയിപ്പം നമുക്ക് വളരെ എളുപ്പമാണ് അല്ലേ? ബഞ്ച് ഓഫ് യൂസേഴ്സ് അല്ലെങ്കിൽ ഡെവലപ്പേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ ആളുകളുണ്ടെങ്കിൽ അവരുടെ പെർമിഷൻസ് എല്ലാം നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ആ ഗ്രൂപ്പ് വഴി വളരെ എളുപ്പത്തിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മളിവിടെ വേണമെന്നുണ്ടെങ്കിൽ വിവേകിനെ ഒന്നും കൂടി ആഡ് ചെയ്തെടുത്തു. അപ്പോൾ വിവേകിന് ഇപ്പം ആ പെർമിഷൻസ് എല്ലാം തിരിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ഒരേ പർട്ടിക്കുലർ ജോബ് ചെയ്യുന്ന ഡെവലപ്പേഴ്സ്, ടെസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ ഇതുവഴി കുറച്ചും കൂടി എളുപ്പമാണ്. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് നിങ്ങളുടെ അക്കൗണ്ടിലൊന്ന് ചെയ്ത് നോക്കണേ. IAMൻ്റെ അകത്തിരിക്കുന്ന എന്ത് കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും വരില്ല. നമ്മൾ എല്ലായ്പ്പോഴും ഓർക്കണേ, നമ്മൾ യൂസ് ചെയ്യുന്നത് ഫ്രീ ടയർ അക്കൗണ്ടാണ്. അതിന് ഫ്രീ ടയർ അക്കൗണ്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഫ്രീ അല്ല. ചില കാര്യങ്ങൾ ഫ്രീ ആണ്, ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ബില്ല് വരും. അതുകൊണ്ട് എല്ലായ്പ്പോഴും ചെയ്യുമ്പം നിങ്ങൾ ഫ്രീ ടയറിൽ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന സർവീസസും അല്ലെങ്കിൽ സർവീസസിൻ്റെ അകത്തിരിക്കുന്ന പ്രത്യേക കാര്യങ്ങൾ നിങ്ങൾ ഫ്രീ ടയറിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് എൻഷുർ ചെയ്യണേ. അല്ലെങ്കിൽ ബില്ല് വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് കാശ് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ IAMൻ്റെ അകത്തിരിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് IAMൻ്റെ അകത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലായ്പ്പോഴും ഫ്രീ ആയിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് IAMൻ്റെ അകത്ത് എത്ര യൂസേഴ്സിനും വേണമെന്നുണ്ടെങ്കിലൊക്കെ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്തു. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. യൂസർ ഗ്രൂപ്പിന് കുറച്ചൊരു പ്രത്യേകതകളുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ അല്ലെങ്കിൽ ഒരു യൂസറെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിപ്പിൾ ഗ്രൂപ്പുകളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ റനീഷ് IAM എന്ന് പറയുന്ന യൂസറിനെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് അഡ്മിൻ ഗ്രൂപ്പിലും ആഡ് ചെയ്യാം, വേണമെന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ഗ്രൂപ്പിലും ആഡ് ചെയ്യാം. അങ്ങനെ മൾട്ടിപ്പിൾ എത്ര വേണമെന്നുണ്ടെങ്കിലും ഗ്രൂപ്പുകളിലും നമുക്കൊരു പർട്ടിക്കുലർ യൂസറെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അതായത് ഒരു യൂസർ ഒരു പർട്ടിക്കുലർ ഗ്രൂപ്പിൽ മാത്രം വേണം എന്നുള്ള ഒരു നിർബന്ധമൊന്നുമില്ല. അത് യൂസ് കേസും അങ്ങനെ വരാം അല്ലേ? ഇപ്പോൾ റനീഷ് IAM എന്നുള്ളതാണെങ്കിൽ പുള്ളി പ്രൊജക്ട് മാനേജർ ആയിരിക്കും. അപ്പോൾ പ്രൊജക്ട് മാനേജേഴ്സിന് അല്ലെങ്കിൽ ഈ അക്കൗണ്ടിനെ മാനേജ് ചെയ്യുന്ന അഡ്മിൻ യൂസേഴ്സിന് നമ്മൾ അഡ്മിൻ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാധനം ഇൻക്ലൂഡ് ചെയ്തു. ഈ യൂസർ തന്നെ ചിലപ്പം ഡെവലപ്പർ ഗ്രൂപ്പിലും ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ? ഡെവലപ്പർ ആക്ടിവിറ്റീസിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും ചിലപ്പോൾ ഈ യൂസർക്ക് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 ഗ്രൂപ്പുകളിലും വേണമെന്നുണ്ടെങ്കിൽ സെയിം യൂസറിനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് IAM യൂസേഴ്സിനെ ആഡ് ചെയ്യാം. പക്ഷേ ഒരു ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് വേറൊരു ഗ്രൂപ്പിനെ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മളുടെ ഗ്രൂപ്പിൻ്റെ അകത്ത് നമുക്ക് IAM യൂസേഴ്സ് മാത്രമേ അസൈൻ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. വേറൊരു ഗ്രൂപ്പിനെ നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. AWS സമ്മതിക്കത്തില്ല. ഓക്കെ,
ഇനി നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന IAMന്റെ അകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന യൂസേഴ്സ്, ഗ്രൂപ്പ്സ് അങ്ങനെയുള്ളതിനൊക്കെ കുറച്ചൊരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് AWSന്റെ വെബ്സൈറ്റിൽ നിന്ന് വന്നതാണേ. അപ്പം എടുത്തതാണ്. ഗ്രൂപ്പ്സ് പെർ അക്കൗണ്ട്. ഒരു അക്കൗണ്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ഗ്രൂപ്പിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 300 ആണ്. അതേപോലെ തന്നെ വേറെ കുറച്ച് കാര്യങ്ങൾക്കും ലിമിറ്റേഷൻസ് ഉണ്ട്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം നമ്പർ ഓഫ് പോളിസി എന്ന് പറയുന്നത് 1500 ആണ്. നോർമലി നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സിൻ്റെ പാർട്ടായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാലൊന്നും ഒരിക്കലും ഈ ലിമിറ്റിൽ എത്തത്തില്ല. പക്ഷെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം നമുക്ക് കുറച്ചൊരു ലിമിറ്റ് ഉണ്ട് എന്നുള്ള കേസ് അറിയും. ഓക്കെ, പല കാര്യങ്ങൾക്കും ഒരു ലിമിറ്റ് ഉണ്ട്. അപ്പം ചില സമയങ്ങളിൽ നിങ്ങൾ ഒന്ന് AWSന്റെ വെബ്സൈറ്റൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരോ കാര്യങ്ങൾക്കും എത്രത്തോളം ലിമിറ്റ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഒരു ജനറൽ അവയർനെസ് ഉണ്ടാക്കിയിരിക്കുക. എല്ലാ കാര്യങ്ങളും അൺലിമിറ്റഡ് അല്ല. നമുക്ക് ചില കാര്യങ്ങൾക്കെല്ലാം ലിമിറ്റേഷൻ ഉണ്ട് എന്ന് ഒരു ജനറൽ അവയർനെസ് ഉണ്ടാക്കിയിരുന്നാൽ മതി. പിന്നെ ഒരു ഡിഫോൾട്ട് കോട്ട എന്ന് പറയുന്നത് നമ്മളുടെ അക്കൗണ്ടിൻ്റെ അകത്ത് ഡിഫോൾട്ടായിട്ട് വരുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ AWSന്റെ അകത്ത് ഒരു റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം 500 ഗ്രൂപ്പുകൾ വരെ ഉണ്ടാക്കാനുള്ള പോസിബിലിറ്റി. ഇത് AWSന്റെ അക്കൗണ്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാൻ പറ്റുന്നു. അത് വളരെ ഓട്ടോമാറ്റിക് ആയിട്ടിരിക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ റിക്വസ്റ്റ് അപ്രൂവലായിട്ട് വരും. അപ്പം ഇങ്ങനെയൊരു സാധനം കൂടി ഉണ്ട്. ഡിഫോൾട്ടായിട്ട് 300 ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 500 വരെ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു കോൺസെപ്റ്റാണ്. പക്ഷേങ്കിൽ അത് എന്താണ്, നമ്മൾ സ്ഥിരമായിട്ട് യൂസർ ഗ്രൂപ്പുകളെ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ റോൾ ബേസ്ഡ് ആയിട്ട് നമ്മുടെ IAM യൂസേഴ്സിനെ എല്ലാം ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് തന്നെയായിരിക്കും നോർമലി ഓർഗനൈസേഷൻ്റെ അകത്ത് AWS അക്കൗണ്ട് വർക്ക് ചെയ്യുന്നത്. കാരണം അത് മാനേജ് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലോ അല്ലേ. അതുകൊണ്ടാണ് യൂസർ ഗ്രൂപ്പ്സ് യൂസ് ചെയ്യുന്നത്. ഇതിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.